അക്കാഡമിയ PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന വിഷയത്തിലെ ബാക്കി ഭാഗങ്ങളാണ്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലെ പാലോടാണ്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലെ പാലോടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഓർക്കിഡ് പ്ലോട്ടാണ് പൊന്മുടി. കേരളത്തിലെ ഏറ്റവും വലിയ ഓർക്കിഡ് പ്ലോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് പൊന്മുടിയാണ്. ഇന്ത്യയിലെ ഏക കറുവാത്തോട്ടമാണ് കണ്ണൂരിലെ അഞ്ചരക്കണ്ടി. ഇന്ത്യയിലെ ഏക കറുവാത്തോട്ടം കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയാണ്. ഇന്ത്യയിലെ ആദ്യ തേക്ക് തോട്ടമാണ് നിലമ്പൂരിലെ കനോലി പ്ലോട്ട്. ഇന്ത്യയിലെ ആദ്യ തേക്ക് തോട്ടം നിലമ്പൂരിലെ കനോലി പ്ലോട്ടാണ്. അപ്പോൾ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലെ പാലോടാണ്. കേരളത്തിൽ ഏറ്റവും വലിയ ഓർക്കിഡ് പ്ലോട്ട് പൊന്മുടിയിലാണ്. എന്നാൽ ഇന്ത്യയിലെ ഏക കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് തോട്ടം PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യ തേക്ക് തോട്ടം നിലമ്പൂരിലെ കനോലി പ്ലോട്ടാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിളയാണ് പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള പരുത്തിയാണ്. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണെന്ന് ചോദിച്ചാൽ അത് കൂർക്കയാണ്. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിളയാണ് കൂർക്ക. ഇന്ത്യയിൽ ആദ്യമായി കാപ്പിത്തൈകൾ കൊണ്ടുവന്നത് അറബികളാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കാപ്പിത്തൈകൾ കൊണ്ടുവന്ന വിദേശികൾ അറബികളാണ്. അപ്പോൾ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിളയാണ് പരുത്തി. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണെന്ന് ചോദിച്ചാൽ അത് കൂർക്കയാണ്. ഇന്ത്യയിൽ ആദ്യമായി കാപ്പിത്തൈകൾ കൊണ്ടുവന്നത് അറബികളാണ്. ഒന്നുകൂടി പറയാം, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള പരുത്തിയാണ്. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിളയാണ് കൂർക്ക. ഇന്ത്യയിൽ ആദ്യമായി കാപ്പിത്തൈകൾ കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് അറബികളാണ്. LPK വളത്തിലെ ഘടകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ. NPK എന്ന വളത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയാണ്. 2,4-D സിമാസിൻ, ഡയൂറോൺ എന്നിവ കളനാശിനികളാണ്. 2,4-D സിമാസിൻ, ഡയൂറോൺ എന്നിവ എന്താണെന്ന് ചോദിച്ചാൽ അത് കളനാശിനികളാണ്. എല്ല് വളമായി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നതിനാലാണ്. എല്ല് എന്തുകൊണ്ടാണ് വളമായി ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഫോസ്ഫറസ് അതിൽ അടങ്ങിയിരിക്കുന്നതിനാലാണ്. അപ്പോൾ NPK വളത്തിലെ പ്രധാന ഘടകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ. 2,4-D സിമാസിൻ, ഡയൂറോൺ എന്നിവ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ അവ കളനാശിനികളാണ്. എല്ല് വളമായി ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. എന്താണ്? എല്ല് വളമായിട്ട് ഉപയോഗിക്കുന്നതിന് കാരണം ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നതിനാലാണ്. ബോഡോ മിശ്രിതം കുമിൾനാശിനിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. ബോഡോ മിശ്രിതം ഒരു കുമിൾനാശിനിയാണ്. ഫാക്ടം ഫോസ് രാസവളമാണ്. ഫാക്ടം ഫോസ് എന്താണ്? രാസവളമാണ്. എന്നാൽ വേപ്പെണ്ണ ഏത് വിഭാഗത്തിൽ പെടുന്നു? വേപ്പെണ്ണ ഒരു ജൈവ കീടനാശിനിയാണ്. വേപ്പെണ്ണ എന്താണ്? ഒരു ജൈവ കീടനാശിനിയാണ്. എന്നാൽ ഫാക്ടം ഫോസ് രാസവളമാണ്. ബോഡോ മിശ്രിതം കുമിൾനാശിനിയാണ്. ഒന്നുകൂടി പറയാം, വേപ്പെണ്ണ എന്ന് പറയുന്നത് ജൈവ കീടനാശിനിയാണ്. ഫാക്ടം ഫോസ് രാസവളമാണ്. ബോഡോ മിശ്രിതം ഒരു കുമിൾനാശിനിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. മണ്ണിൽ നൈട്രജൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിളയാണ് പയറ്.
മണ്ണിൽ നൈട്രജന്റെ അംശം വർദ്ധിപ്പിക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്നത് എന്താണ്? പയറാണ് കൃഷി ചെയ്യുന്നത്. നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയ രാസവളമാണ് യൂറിയ. നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയ രാസവളം ഏതാണെന്ന് ചോദിച്ചാൽ അത് യൂറിയയാണ്. തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണം നൈട്രജന്റെ അഭാവമാണ്. തെങ്ങോലകൾക്ക് മഞ്ഞ നിറം വരാൻ കാരണം എന്താണ്? നൈട്രജന്റെ അഭാവമാണ്. മിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭ്യമാകുന്ന പോഷണമാണ് നൈട്രജൻ. അപ്പോൾ നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയ രാസവളമാണ് യൂറിയ. തെങ്ങോലകൾ മഞ്ഞളിക്കുന്നതിന് കാരണം നൈട്രജന്റെ അഭാവമാണ്. മിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭ്യമാകുന്ന പോഷണമാണ് നൈട്രജൻ. ഒന്നുകൂടി പറയാം, യൂറിയ എന്ന രാസവളത്തിലാണ് നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. നൈട്രജന്റെ അഭാവം മൂലമാണ് തെങ്ങോലകൾ മഞ്ഞളിക്കുന്നത്. മിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു പോഷണമാണ് എന്ത്? നൈട്രജൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിളകളാണ് തെങ്ങ്, റബ്ബർ, നെല്ല് എന്നിവ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തെങ്ങ്, റബ്ബർ, നെല്ല് എന്നിവയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങുവിളയാണ് മരച്ചീനി. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന കിഴങ്ങുവിള മരച്ചീനിയാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള നാളികേരമാണ്. അപ്പോൾ നാണ്യവിള നാളികേരമാണ്, കിഴങ്ങുവിള മരച്ചീനിയാണ്. ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കേരളത്തിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് തെങ്ങ്, റബ്ബർ, നെല്ല് എന്നിവ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളയാണ് നെല്ല്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ് തെങ്ങ്, റബ്ബർ, നെല്ല് എന്നിവ. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങുവിള മരച്ചീനിയും നാണ്യവിള നാളികേരവുമാണ്. എന്നാൽ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള നെല്ലാണ്. കേരളത്തിൽ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാലയാണ് ഫാക്ട്. കേരളത്തിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫാക്ട് ആണ്. ഫ്യൂരിഡാൻ, മാലത്തിയോൺ, എൻഡോസൾഫാൻ, ലിൻഡൻ, DDT എന്നിവയെല്ലാം തന്നെ കീടനാശിനികളാണ്. പ്രധാനപ്പെട്ട കീടനാശിനികൾ ഏതൊക്കെയാണ്? ഫ്യൂരിഡാൻ, മാലത്തിയോൺ, എൻഡോസൾഫാൻ, ലിൻഡൻ, DDT ഇവയെല്ലാം തന്നെ എന്താണ്? കീടനാശിനികളാണ്. പന്നിയൂർ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഗവേഷണത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രവും കണ്ണൂർ ജില്ലയിലെ പന്നിയൂരിലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാലയാണ് ഫാക്ട്. ഫ്യൂരിഡാൻ, മാലത്തിയോൺ, എൻഡോസൾഫാൻ, ലിൻഡൻ, DDT ഇവയെല്ലാം തന്നെ കീടനാശിനികളാണ്. പന്നിയൂർ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഗവേഷണത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. പന്നിയൂർ എന്ന സ്ഥലം കണ്ണൂർ ജില്ലയിലാണ്. പന്നിയൂർ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഗവേഷണത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. 3 പ്രധാനപ്പെട്ട കാപ്പിക്കുരുക്കളാണ് അറബിക്ക, റോബസ്റ്റ, ലിബേറിക്ക എന്നിവ. പ്രധാനപ്പെട്ട 3 കാപ്പിക്കുരുക്കളാണ് അറബിക്ക, റോബസ്റ്റ, ലിബേറിക്ക എന്നിവ. സാധാരണ ഉപയോഗിക്കുന്ന കാപ്പി ഇനമാണ് കോഫിയ അറബിക്ക. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കാപ്പി ഇനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോഫിയ അറബിക്കയാണ്. മലയൻ ഡാർഫ്, കൊച്ചിൻ എന്നിവ തെങ്ങിൻ്റെ വിത്തിനമാണ്. മലയൻ ഡാർഫ്, കൊച്ചിൻ എന്നിവ തെങ്ങിൻ്റെ വിത്തിനമാണ്. ലക്ഷദ്വീപ് ഓർഡിനറി, ലക്ഷദ്വീപ് മൈക്രോ എന്നിവയും തെങ്ങിനങ്ങൾ തന്നെയാണ്. ലക്ഷദ്വീപ് ഓർഡിനറി, ലക്ഷദ്വീപ് മൈക്രോ എന്നിവ എന്താണ്? തെങ്ങിനങ്ങളാണ്. ഇപ്പോൾ 3 കാപ്പിക്കുരുക്കളാണുള്ളത്: അറബിക്ക, റോബസ്റ്റ, ലിബേറിക്ക. ഇതിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കാപ്പി ഇനമാണ്
കോഫിയ അറബിക്ക, മലയൻ ഡർഫ്, കൊച്ചിൻ എന്നിവ തെങ്ങിന്റെ വിത്തിനമാണ്. അതുപോലെ തന്നെ ലക്ഷദ്വീപ് ഓർഡിനറി, ലക്ഷദ്വീപ് മൈക്രോ എന്നിവയെല്ലാം തന്നെ തെങ്ങിനങ്ങളാണ്. സാധാരണയായി നൽകി വരുന്ന ചില കാർഷിക ബഹുമതികൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിനി പരിചയപ്പെടുന്നത്. കേരളത്തിൽ നൽകി വരുന്ന കാർഷിക ബഹുമതികൾ: മികച്ച കർഷകന് നൽകുന്ന അവാർഡാണ് കർഷകോത്തമ. മികച്ച കർഷകന് നൽകുന്ന അവാർഡ് കർഷകോത്തമയാണ്. മികച്ച കേര കർഷകന് നൽകുന്ന അവാർഡാണ് കേരകേസരി. മികച്ച കേര കർഷകന് നൽകുന്ന അവാർഡാണ് കേരകേസരി. മികച്ച പച്ചക്കറി കർഷകന് നൽകുന്ന അവാർഡാണ് ഹരിതമിത്ര. മികച്ച പച്ചക്കറി കർഷകനാണെങ്കിൽ നൽകുന്ന അവാർഡ് ഹരിതമിത്രയാണ്. എന്നാൽ മികച്ച ക്ഷീര കർഷകനാണെങ്കിൽ ക്ഷീരകർഷകന് നൽകുന്ന അവാർഡാണ് ക്ഷീരധാര. അപ്പോൾ മികച്ച കർഷകന് നൽകുന്ന അവാർഡാണ് കർഷകോത്തമ. മികച്ച കേര കർഷകനാണെങ്കിൽ കേരകേസരി. മികച്ച പച്ചക്കറി കർഷകനാണെങ്കിൽ ഹരിതമിത്ര. മികച്ച ക്ഷീര കർഷകനാണെങ്കിൽ ക്ഷീരധാരയാണ്. ഒന്നുകൂടി പറയാം: മികച്ച കർഷകന് നൽകുന്ന അവാർഡാണ് കർഷകോത്തമ. മികച്ച കേര കർഷകനാണെങ്കിൽ കേരകേസരി അവാർഡാണ് നൽകുന്നത്. മികച്ച പച്ചക്കറി കർഷകനാണെങ്കിൽ നൽകുന്ന അവാർഡാണ് ഹരിതമിത്ര. മികച്ച ക്ഷീര കർഷകനാണെങ്കിൽ നൽകുന്ന അവാർഡാണ് ക്ഷീരധാര. ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന വിഷയത്തിലെ ഇത്രയും ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം.